ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു AFX ഫിറ്റ്നസ്. ഇന്ന് നമ്മുടെ കണ്ടന്റ് എന്ന് പറയുന്നത്, നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത്, ട്രാവൽ ചെയ്യുന്ന സമയത്ത് നമുക്ക് എങ്ങനെ നമ്മുടെ ഭക്ഷണക്രമം നമുക്ക് നിയന്ത്രിക്കാം, അല്ലെങ്കിൽ നമ്മളൊരു മെനു എങ്ങനെ ഒരു ഹോട്ടലിൽ പോയി സെലക്ട് ചെയ്യാം. എപ്പോഴും നമുക്ക് ഭക്ഷണം കയ്യിൽ കൊണ്ട് നടക്കാൻ പറ്റില്ല ട്രാവൽ ചെയ്യുന്ന സമയത്ത്, അല്ലേ? അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥയിൽ നമുക്ക് ഒരു ഹോട്ടലിൽ പോയി കഴിഞ്ഞാൽ, റെസ്റ്റോറൻറ്റിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് അനുയോജ്യമായ, നമ്മുടെ ഡയറ്റിനൊന്നും ബാധിക്കാത്ത രീതിയിൽ എങ്ങനെ ഹെൽത്തി ആയിട്ട് നമുക്ക് നമ്മുടെ മെനു സെലക്ട് ചെയ്യാം എന്നുള്ളതാണ് ഇന്ന് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. അപ്പോൾ അതിലൊരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്. കാര്യം, ചില സ്ഥലങ്ങളിൽ പോയി കഴിഞ്ഞാൽ നല്ല ഹോട്ടൽസ് ഉണ്ടാവില്ല, നല്ല റെസ്റ്റോറൻറ്റ്സ് ഉണ്ടാവില്ല. പക്ഷേ എന്നിരുന്നു കഴിഞ്ഞാലും നമ്മളിപ്പോൾ പോകുന്ന റെസ്റ്റോറൻറ്റ് എന്ന് പറയുന്നത് വെൽവെറ്റ് ഡോൺ എന്ന് പറയുന്ന ഒരു കഫേയാണ്. അവിടുത്തെ മെനു വെച്ചിട്ട് ഞാൻ ബാക്കി കാര്യങ്ങൾ നമുക്ക് പറഞ്ഞുതരാം. കാരണം ഇപ്പോൾ ചിലപ്പോൾ നമ്മൾ ട്രാവൽ ചെയ്യുന്ന സമയത്ത് ചില ഹോട്ടൽസിലൊന്നും മെനു പോലും കാണില്ല, അവിടെ ഉള്ള ഭക്ഷണം കഴിക്കേണ്ടി വരും. അങ്ങനെ ഒരു അവസ്ഥയിലാണെങ്കിൽ പോലും നമുക്ക് എങ്ങനെ പ്രോപ്പറായിട്ട് ഇൻ്റലിജൻ്റ്ലി നമുക്ക് നമ്മുടെ ഭക്ഷണം സെലക്ട് ചെയ്യാം എന്നുള്ളതാണ് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. അങ്ങനെ നമ്മൾ വെൽവെറ്റ് ഡോൺ എന്ന് പറയുന്ന ഒരു കഫേയിൽ വന്നിരിക്കുകയാണ്. സിറ്റിക്കകത്ത് വളരെ ഫേമസ് ആയിട്ടുള്ളൊരു കഫേയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ നമുക്ക് അത്യാവശ്യം ഹെൽത്തി ആയിട്ടുള്ള ഓപ്ഷൻസ് കിട്ടുന്ന ഒരു കഫേയാണെന്ന് എനിക്ക് നേരത്തെ അറിയാമെന്നുള്ളതുകൊണ്ടാണ് ഞാൻ ഇവിടേക്ക് വന്നത്. പക്ഷേ അല്ലാത്ത അവസ്ഥ, നിങ്ങളിപ്പോൾ പുറത്ത് വേറെ സ്റ്റേറ്റുകളിൽ ട്രാവൽ ചെയ്യുകയാണ്, അല്ലെങ്കിൽ വേറെ ഡിസ്ട്രിക്റ്റിലേക്ക് പോവുകയാണ്, അല്ലെങ്കിൽ വളരെ ഉള്ളിലോട്ടുള്ള സ്ഥലങ്ങളിലൊക്കെ പോവുകയാണെങ്കിൽ പോലും നിങ്ങൾക്ക് എങ്ങനെ ഒരു ഭക്ഷണം സെലക്ട് ചെയ്യാം എന്നുള്ളതും കൂടെ തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾ അവസാനം വരെ കണ്ടിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ മെനു നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. നോക്കുകയാണെങ്കിൽ കുറേ സാധനങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെയാണ് നമ്മുടെ കൺഫ്യൂഷൻ പോയിൻ്റ് നമുക്ക് വരുന്നത്. ഇത് നമുക്ക് ഏത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഹെൽത്തി ആയിട്ട് കഴിക്കാൻ പറ്റും, ഇതിൻ്റെ കാർബ് എത്ര, ഫാറ്റ് എത്ര, പ്രോട്ടീൻ എത്ര, അങ്ങനെ മൊത്തം കൺഫ്യൂഷൻ ആയിരിക്കും, അല്ലേ? പക്ഷേ ഇത്രയും കൺഫ്യൂഷനൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം എന്നുള്ളതും കൂടെ നോക്കിക്കോ. അപ്പോൾ ഇപ്പോൾ ഒരു കംപ്ലീറ്റ് മെനു ഞാൻ നോക്കിയെടുത്തു. ഇനി ഒരു പോയിൻ്റ് വരുന്നത്, നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ആണോ, ലഞ്ചാണോ, ഡിന്നറാണോ, അതോ എന്തെങ്കിലും ഇടയ്ക്കുള്ള സ്നാക്കാണോ എന്നുള്ളതാണ് നമ്മളിനി ഡിസൈഡ് ചെയ്യേണ്ടത്. ഞാനിപ്പോൾ വന്നിരിക്കുന്ന ടൈം എന്ന് പറയുന്നത് ഒരു ലഞ്ച് ടൈമാണ്. അപ്പോൾ ലഞ്ച് ടൈമിൽ ഇവർക്ക് കുറേ വേരിയേഷൻസ് ഉണ്ട്. ഒരു കഫേ ആയത് കാരണം ഒരുപാട് ഓപ്ഷൻസൊക്കെ ഉണ്ട്. ഹെൽത്തി ഓപ്ഷൻസ് ഉണ്ട്, അല്ലാതെ ജങ്ക് കഴിക്കണമെന്നുള്ളവർക്ക് ജങ്ക് കഴിക്കാം, അങ്ങനെയൊക്കെ ഉണ്ട്. പക്ഷേ നമ്മളെപ്പോഴും തീർച്ചയായിട്ടും ഹെൽത്താണ് നമ്മുടെ പ്രയോറിറ്റി. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഹെൽത്തി ആയിട്ടുള്ളൊരു ഓപ്ഷൻ തന്നെയായിരിക്കും നമ്മുടെ ലഞ്ചിനും നമ്മൾ സ്വീകരിക്കുക. എപ്പോഴും നമ്മൾ ആലോചിക്കേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ എന്തിന് ഭക്ഷണം കഴിക്കുന്നു? ഭക്ഷണം കഴിക്കുന്നത് നമ്മൾ ജീവിക്കാൻ വേണ്ടി ഭക്ഷണം കഴിക്കുന്നു, ഭക്ഷണം കഴിക്കാൻ വേണ്ടി ജീവിക്കുന്നു എന്നുള്ളത് ഒരു ചോദ്യമാണ് കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ ഭക്ഷണം കഴിക്കുന്നതിൽ നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. സ്റ്റാർട്ടേഴ്സ് ഉണ്ട്, സാലഡ്സ് ഉണ്ട്, അല്ലെങ്കിൽ മെയിൻ കോഴ്സ് ഉണ്ട്. സ്റ്റാർട്ടേഴ്സിലേക്ക് കഴിയുന്നതും പോകാതിരിക്കുക. പോയിൻ്റ് നമ്പർ 1, സ്റ്റാർട്ടേഴ്സിലേക്ക് പോയാലുള്ളൊരു പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്റ്റാർട്ടേഴ്സ് തന്നെ ഓൾറെഡി നമുക്ക് അത്യാവശ്യം വയറ് വീർക്കുന്ന രീതിയിലായിരിക്കും അവരുടെ സ്റ്റാർട്ടേഴ്സ് കൊണ്ടുവരുന്നത്. പിന്നെ സ്റ്റാർട്ടേഴ്സ് മെയിൻലി മിക്കപ്പോഴും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഓയിൽ കണ്ടൻറ്റ് ഹൈ ആയിട്ടുള്ളതായിരിക്കും, സ്പൈസി ആയിരിക്കാം, മിക്കവാറും ഡീപ്പ് ഫ്രൈഡ് ആയിരിക്കും. അങ്ങനെയുള്ള ഓപ്ഷൻസ് ആയിരിക്കും കൂടുതൽ സ്റ്റാർട്ടേഴ്സിലേക്ക് വരിക. ഇതൊരു നോർമൽ റെസ്റ്റോറൻറ്റിൽ പോയാലും ഹോട്ടലിൽ പോയാലും ഇത് തന്നെയായിരിക്കും അവസ്ഥ. അപ്പോൾ നമ്മൾ മെനു നോക്കിയിട്ട് സ്റ്റാർട്ടേഴ്സിലേക്ക് കഴിയുന്നതും പോവാതിരിക്കുക. നമ്മളുടെ പേർപ്പസ് എന്താണ്? ലഞ്ച് കഴിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ലഞ്ച് കഴിക്കുക എന്നുള്ളതിൽ നമുക്ക് മെയിൻ ഓപ്ഷൻസിലേക്ക് പോകുന്നതാണ് ഡയറക്റ്റ് മെയിൻ ഓപ്ഷൻസ്. അതിൻ്റെ ഇടയിൽ നമ്മൾ സൂപ്പോ അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ ഒന്നും പോകാണ്ടിരിക്കുക. നമുക്ക് മെയിൻ ഓപ്ഷൻ ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ എൻ്റെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പ്രോബ്ലി എന്ത് കഴിക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ലഞ്ച് ആകുമ്പോൾ ഞാൻ വീട്ടിലാണെങ്കിൽ മിക്കവാറും കുറച്ച് ചോറ് കഴിക്കും, വെജിറ്റബിൾസ് എന്താണെന്ന് വെച്ചാൽ വെജിറ്റബിൾസ് കഴിക്കും, ചിക്കനോ ഫിഷോ എന്താണോ അവൈലബിൾ അത് കഴിക്കും. ഇതാണ് സാധാരണയായിട്ട് ഞാൻ ഉച്ചയ്ക്ക് കഴിക്കുന്നത് ലഞ്ചിന്. അപ്പോൾ ഇവിടെ ലഞ്ചിന് നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉള്ളത്. സാലഡ്സ് ഉണ്ട്, പിന്നെ മെയിൻ കോഴ്സ് നമ്മൾ നോക്കുകയാണെങ്കിൽ സാൻഡ്വിച്ച്, ബർഗർ, റാപ്സ് ഉണ്ട്. പിന്നെ ഞാൻ നോൺ വെജ് ആണ്, അതുകൊണ്ട് ഞാൻ തീർച്ചയായിട്ടും വെജിറ്റേറിയനിലേക്ക് ഞാൻ പോകുന്നില്ല. വെജിറ്റേറിയൻസിലും അവർക്ക് നല്ല ഓപ്ഷൻസ് ഉണ്ട് കേട്ടോ. ചിക്കൻ ഓപ്ഷൻസ് നോക്കുകയാണെങ്കിൽ ചിക്കൻ്റെ സ്റ്റേക്ക്, തായ് രീതിയിലുള്ളത്, സിംഗപ്പൂരിയൻ രീതിയിൽ, അങ്ങനെ പല ഡിഷസ് ഉണ്ട്. ബീഫിൻ്റെ ഡിഷസ് ഉണ്ട്.
ഫിഷിൻ്റെ ഡിഷസ് ഉണ്ട്, ഫിഷിൽ പ്രോൺസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത്രയും ഡിഷസിലേക്ക് നമ്മൾ നോക്കുമ്പോൾ നമുക്ക് കൺഫ്യൂഷൻ വരാനായിട്ടുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. അപ്പോൾ ഇത് അവോയ്ഡ് ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാര്യം നമ്മൾ ഫസ്റ്റ് ആലോചിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ലഞ്ച് എന്തായിരിക്കണം. അപ്പോൾ നമ്മൾ റെസ്റ്റോറൻറ്റിൽ പോകുന്നതിന് മുമ്പ് തന്നെ ലഞ്ച് എന്തായിരിക്കണം എന്നുള്ളതൊരു പ്രീ കൺസീവ്ഡ് മൈൻഡിൽ വന്ന് ഓർഡർ ചെയ്യുന്നതായിരിക്കും എപ്പോഴും ബെറ്റർ. എപ്പോഴും ഒരു മെനു കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ മെനു ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഭയങ്കര കൺഫ്യൂഷനായിരിക്കും. നമുക്ക് എന്ത് ഓർഡർ ചെയ്യണം എന്നുള്ളത് പലപ്പോഴും നമുക്ക് അറിഞ്ഞൂടാതെ ചിലപ്പോൾ അവർ പറയുന്ന സജഷനായിരിക്കും നമ്മൾ ഓർഡർ ചെയ്യുന്നത്. അപ്പോൾ ഒരു പ്രീ കൺസീവ്ഡ് എൻ്റെ മൈൻഡിൽ ഇപ്പോൾ ഒരു കഫേയിലേക്കാണ് നമ്മൾ വരുന്നത്, അവിടെ ചിക്കൻ്റെ പല ഓപ്ഷൻസ് കാണും എന്നുള്ളത് എനിക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും എൻ്റെ കണ്ണ് പോയിരിക്കുന്നത് ചിക്കൻ എന്ന് പറയുന്ന കുറച്ച് ഓപ്ഷൻസിലേക്കാണ്. അതിൽ അവർക്ക് ചിക്കൻ ഫ്രിക്കാസിനുണ്ട്, ക്രീമി ടസ്കൻ ചിക്കൻ ഉണ്ട്, കാജൂൺ സ്പൈസ് ഗ്രിൽഡ് ചിക്കൻ ഉണ്ട്, പെരി പെരി ചിക്കൻ ഉണ്ട്, ഷങ്കായ് ചിക്കൻ ഉണ്ട്, സ്റ്റിർ ഫ്രൈഡ് ചിക്കൻ വെജീസ്, തായ് ഗ്രിൽഡ് ചിക്കൻ, തായ് ഗ്രീൻ കറി, അങ്ങനെ കുറേ ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞത് അൾട്ടിമേറ്റ്ലി എൻ്റെ ഒരു രീതി എന്ന് പറയുന്നത് ഹെൽത്തി ആയിട്ടുള്ളൊരു ഓപ്ഷൻ സെലക്ട് ചെയ്യുക എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ വഴി എനിക്ക് കൺവേ ചെയ്യേണ്ടതും അതുതന്നെയാണ്. അപ്പോൾ ഞാനിപ്പോൾ പ്രൈമറി സെലക്ട് ചെയ്യാൻ പോകുന്നത് കാജൂൺ സ്പൈസ്ഡ് ഗ്രിൽഡ് ചിക്കൻ ആണ്. അപ്പോൾ കാജൂൺ സ്പൈസ്ഡ് ഗ്രിൽഡ് ചിക്കനിലെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് അവർ മാഷ്ഡ് പൊട്ടറ്റോ സെർവ് ചെയ്യുന്നുണ്ട്, പിന്നെ ഒത്തിരിയും വെജിറ്റബിൾസും ഉണ്ട്. അപ്പോൾ ഇത് നോക്കിയാൽ മാഷ്ഡ് പൊട്ടറ്റോ എന്ന് പറയുന്ന ഒരു കാർബ് സോഴ്സ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കാർബോഹൈഡ്രേറ്റ് സോഴ്സായിട്ട് നമുക്ക് മാഷ്ഡ് പൊട്ടറ്റോ ഉണ്ട്. നമുക്ക് ഫൈബർ സോഴ്സായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇതിൽ കുറേ ബോയിൽഡ് വെജിറ്റബിൾസും അങ്ങനെ കുറച്ച് വെജിറ്റബിൾസ് നല്ല പോർഷൻ കിട്ടും. അറ്റ് ദ സെയിം ടൈം പ്രോട്ടീൻ സോഴ്സായിട്ട് നമുക്ക് എന്തുണ്ട്, ചിക്കനുണ്ട്. അപ്പോൾ ഇതൊരു കംപ്ലീറ്റ് മീലായി. ഓക്കെ, ഇതിപ്പോൾ ഈ ഒരു റെസ്റ്റോറൻറ്റിൽ ഇരിക്കുമ്പോഴത്തേക്ക് എനിക്ക് ഈ ഒരു ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾ ഒരു വളരെ ഉള്ളിലേക്ക് പോകുന്നതാണ്, ഒരു പ്രോബ്ലി ഒരു വയനാടോ ഇടുക്കിയോ പോലത്തെ ജില്ലകളിൽ നിങ്ങൾ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ഇതുപോലത്തെ കഫേസ് ഉണ്ട്. ഇപ്പോൾ അവിടെ നല്ല കഫേസൊക്കെ ഉണ്ട്. പക്ഷേ എന്നിരുന്നാലും ചില ഉൾസ്ഥലങ്ങളിലേക്ക് നിങ്ങൾ പോയി കഴിഞ്ഞാൽ മിക്കവാറും നോക്കുമ്പോഴത്തേക്കും ഓപ്ഷൻസ് കുറവായിരിക്കും. ചിലപ്പോൾ തട്ടുകടയായിരിക്കും. ഒരു തട്ടുകടയിൽ നിങ്ങൾ എങ്ങനെ നല്ലൊരു ഹെൽത്തി ഓപ്ഷൻ സെലക്ട് ചെയ്യും. തട്ടുകടയിൽ മിക്കവാറും നിങ്ങൾക്ക് എന്ത് കിട്ടും, മുട്ട കിട്ടും അല്ലേ. മുട്ട നിങ്ങൾക്ക് ബോയിൽഡ് കഴിക്കാം, ബുൾസ കഴിക്കാം, ഓംലെറ്റ് കഴിക്കാം. അപ്പോൾ ഒരു പ്രോട്ടീൻ സോഴ്സായിട്ട് തീർച്ചയായിട്ടും മുട്ട സെലക്ട് ചെയ്യുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. കഴിയുന്നത് അവിടുത്തെ ഫ്രൈഡ് ചിക്കനോ ബീഫോ കാര്യങ്ങളോ ഒന്നും ഓർഡർ ചെയ്യാണ്ടിരിക്കുക. കാര്യം എന്നറിയോ, ഈ തട്ടുകടകളിൽ മിക്കവാറും റീയൂസ്ഡ് എണ്ണ അവർ ഒരുപാട് വീണ്ടും 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 യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ അതൊരു ഹെൽത്തി ഓപ്ഷൻ അല്ല, ഫ്രൈ ആയാലും ബീഫ് ആയാലും. അപ്പോൾ എഗ്ഗ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നമുക്കറിയാം, നമ്മുടെ കണ്ണുമുമ്പേ മുട്ടയുണ്ട്. മുട്ട അവരെടുത്തിട്ട് മിക്കവാറും ബുൾസയോ ഓംലെറ്റോ അല്ലെങ്കിൽ സ്ക്രാമ്പിൾഡ് എഗ്ഗോ ഒക്കെ ആക്കിയിട്ട് അവർക്ക് തരാൻ പറ്റുന്നത് നമ്മുടെ കണ്ണ് മുമ്പേ വെച്ചിട്ട് തന്നെയായിരിക്കും. അതുകൊണ്ട് തന്നെ പ്രോട്ടീൻ സോഴ്സായിട്ട് ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ മുട്ട തന്നെയായിരിക്കും, അല്ലെങ്കിൽ അത് തന്നെയായിരിക്കണം നിങ്ങൾ സെലക്ട് ചെയ്യേണ്ടത്. തീർച്ചയായിട്ടും നമുക്ക് ഫുഡ് പോയ്സണിങ് പോലത്തെ കാര്യങ്ങൾ അവോയ്ഡ് ചെയ്യണമെങ്കിൽ പോലും നമ്മൾ മുട്ടയിലേക്ക് നമ്മുടെ ഓപ്ഷൻ മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്. അതിനുശേഷം നമുക്ക് നോക്കാമെന്നുള്ളത് മിക്കവാറും തട്ടുകടകളിലേക്ക് പോയി കഴിഞ്ഞാൽ ദോശ കാണും, പൊറോട്ട കാണും, ചപ്പാത്തി കാണും, പിന്നെ ഇടിയപ്പം, അപ്പമൊക്കെ ഉള്ള തട്ടുകടകളുണ്ടാവും. കാർബ് സോഴ്സസ് നിങ്ങൾക്ക് പലതും സെലക്ട് ചെയ്യും. ഈ പറഞ്ഞതെല്ലാം കാർബ് സോഴ്സസ് തന്നെയാണ്. എന്നിരുന്നു കഴിഞ്ഞാലും പൊറോട്ട പോലത്തെ സാധനങ്ങളിലേക്ക് നിങ്ങൾ ഓപ്ഷൻ കൊടുക്കാണ്ട് നിങ്ങൾ കഴിയുന്നതും ഒരു ഇടിയപ്പമോ അപ്പമോ ദോശയോ ഒക്കെ സെലക്ട് ചെയ്യുകയാണെങ്കിൽ കഴിയുന്നത് അതൊരു ക്ലീൻ സോഴ്സ് ഓഫ് കാർബോഹൈഡ്രേറ്റ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ എൻ്റെ അടുത്ത് ചോദിക്കുകയാണെങ്കിൽ തട്ടുകട പോയാൽ ഞാൻ എന്ത് ഓർഡർ ചെയ്യുമെന്ന് ചോദിച്ചാൽ ഞാൻ ചിലപ്പോൾ മിക്കവാറും ഒരു 2-3 ദോശ, ചെറിയ കുഞ്ഞു ദോശയല്ലേ, ആ ദോശയായിരിക്കും സെലക്ട് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഇടിയപ്പം ഉണ്ടെങ്കിൽ ഇടിയപ്പം ആക്ച്വലി നല്ല ചോയ്സാണ്. കാരണം ഇടിയപ്പത്തിൻ്റെ ഓവറോൾ കാലറി കുറവാണ്, ക്ലീൻ ആയിട്ടുള്ള കാർബോഹൈഡ്രേറ്റ്സ് ആണ്. അപ്പോൾ മിക്കവാറും ഇടിയപ്പമായിരിക്കും എനിക്കൊരു ഓപ്ഷനായിട്ട് കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ ഇടിയപ്പം സെലക്ട് ചെയ്യും. അപ്പോൾ ഇടിയപ്പം, ദോശ, അപ്പം എന്നുള്ള ഓപ്ഷനിലായിരിക്കും ഞാൻ നിൽക്കുക. മിക്കവാറും ഞാൻ ചിലപ്പോൾ പ്രോബ്ലി പൊറോട്ടയോ ചപ്പാത്തിയോ അങ്ങനത്തെ ഓപ്ഷനിലേക്ക് ഞാൻ പോകാറില്ല. അപ്പോൾ ഇതാണ് നിങ്ങൾ ഏതെങ്കിലും ഇതുപോലത്തെ നല്ല റെസ്റ്റോറൻറ്റ്സ് നിങ്ങൾ പോകുന്ന സ്ഥലങ്ങളില്ലെങ്കിൽ തട്ടുകടയിൽ നിന്നാണെങ്കിൽ തട്ടുകടയിൽ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. അപ്പോൾ ബേസിക്കലി ഇപ്പോൾ നിങ്ങളൊരു മീൽസ് മാത്രം കിട്ടുന്ന ഒരു കടയിൽ പോയി എങ്ങനെ സെലക്ട് ചെയ്യും. ഉച്ചയ്ക്ക് ലഞ്ചിന് നിങ്ങൾ എന്ത് ചെയ്യും. അപ്പോൾ നിങ്ങൾക്കറിയാം അവിടെ ചോറും ഫിഷ് കറി മീൽസ് ആയിരിക്കും, അല്ലെങ്കിൽ ചിക്കൻ കറി മീൽസ് ആയിരിക്കും, ഇങ്ങനെയൊക്കെ ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന വെച്ചാൽ ചോറെന്ന് പറയുന്നത് അവിടെ മാൻഡേറ്ററി ഓപ്ഷൻ, നിങ്ങൾക്ക് വേറെ ചോയ്സ് ഇല്ല. അപ്പോൾ ചോറിൻ്റെ പോർഷൻ കൺട്രോൾ ചെയ്യും. ചോറിൻ്റെ പോർഷൻ എത്ര ആയിരിക്കണം, ഞാൻ മുമ്പൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. കാർബോഹൈഡ്രേറ്റിൻ്റെ ഓപ്ഷൻ എന്ന് പറയുന്നത് എപ്പോഴും നിങ്ങളുടെ പാം സൈസ് ആയിരിക്കണം എന്നുള്ളതാണ്. പ്രോട്ടീൻ്റെ അളവെന്ന് പറയുന്നത് നിങ്ങളുടെ 2 കൈ, കണ്ടോ, ഈ കൈ ഇത്രയും ക്വാണ്ടിറ്റി നിങ്ങൾക്ക് പ്രോട്ടീൻ സോഴ്സ്, അത് ഫിഷ് ആവാം, ചിക്കൻ ആവാം, വാട്ടർ മേ ബി ദ സോഴ്സ് ഓഫ് പ്രോട്ടീൻ, മുട്ടയാവാം, നിങ്ങൾക്ക് ആ ഒരു ക്വാണ്ടിറ്റി കഴിക്കാം. വെജിറ്റബിൾസും നിങ്ങൾക്കും പ്രോബബ്ലി ഈ ഒരു ക്വാണ്ടിറ്റി അല്ലെങ്കിൽ കൂടുതൽ ക്വാണ്ടിറ്റി കഴിച്ച് കഴിഞ്ഞാലും വെജിറ്റബിൾസ് പ്രശ്നമില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇനി അറിയാം
നിങ്ങൾ ഒരു സ്ഥലത്ത് പോവുകയാണെങ്കിൽ റെസ്റ്റോറൻ്റ് ആണോ തട്ടുകടയാണോ അല്ലെങ്കിൽ ഒരു മീൽസ് കിട്ടുന്ന കടയാണോ എവിടെ പോയിരുന്നു കഴിഞ്ഞാലും നിങ്ങൾക്ക് ഇപ്പോൾ അറിയാം എന്ത് തരം ഫുഡ് നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഡയറ്റിന് ഒരു ബ്രേക്കേജ് വരാതെ നിങ്ങളുടെ ഡയറ്റ് ഫോളോ ചെയ്ത് നിങ്ങൾക്ക് ഹെൽത്തി ആയിട്ടുള്ളൊരു മീൽ പാറ്റേൺ നിങ്ങൾക്ക് ലൈഫ് സ്റ്റൈലായിട്ട് നിങ്ങൾ കൊണ്ടുപോകണം. നിങ്ങൾ ട്രാവലിംഗ് സമയത്ത് നിങ്ങൾക്ക് മുടങ്ങരുത്, നിങ്ങളുടെ ജോലിയുടെ ഭാഗമായിട്ട് നിങ്ങൾ ട്രാവൽ ചെയ്യുകയാണ് എന്നിരുന്നു കഴിഞ്ഞാലും നിങ്ങൾക്ക് നിങ്ങളുടെ ഡയറ്റ് മെയിൻറ്റെയിൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഞാൻ ഈ പറയുന്ന ഗൈഡ് ലൈൻസ് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ 100% നിങ്ങളുടെ ഡയറ്റിംഗ് ലൈഫ് സ്റ്റൈൽ വളരെ സക്സസ്ഫുള്ളായിട്ട് നിങ്ങൾക്ക് മാനേജ് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് പറ്റും. അപ്പോൾ നമ്മൾ ലഞ്ച് കഴിച്ചു, നല്ല ലഞ്ചായിരുന്നു കേട്ടോ, പറയാതിരിക്കാൻ വയ്യ. അപ്പോൾ ഒരു റെസ്റ്റോറൻറ്റിലോ ഹോട്ടലിലോ അല്ലെങ്കിൽ ഒരു തട്ടുകടയിൽ പോയാൽ പോലും എങ്ങനെ നിങ്ങളുടെ ഭക്ഷണം നിങ്ങൾ സെലക്ട് ചെയ്യണം എന്നുള്ളതിൻ്റെ ഒരു ഐഡിയ നിങ്ങൾക്ക് തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകും. എനിക്കൊന്ന് വളരെ എലാബറേറ്റ് ചെയ്താണ് ഞാൻ ഈ വീഡിയോ ഞാൻ ചെയ്തിട്ടുള്ളത്. തീർച്ചയായിട്ടും ഇത് നിങ്ങൾക്ക് വളരെയധികം യൂസ്ഫുൾ ആവും എന്ന് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ ഇത് എനിക്ക് ഒരുപാട് പേരുടെ ഒരു സജഷൻ കിട്ടിയതാണ്. ചേട്ടാ എനിക്ക് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്ത് തരുമ്പോൾ ട്രാവലിംഗ് സമയത്താണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഡയറ്റ് പോകുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു എല്ലാവർക്കും ഇതൊരു ഹെൽപ്ഫുൾ വീഡിയോ ആയിരിക്കും. ഇതുപോലത്തെ ഇൻട്രസ്റ്റിംഗ് വീഡിയോസ് നിങ്ങൾക്ക് ഇനിയും കാണണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും AFX എന്ന് പറയുന്ന ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലത്തെ ഇനിയും നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോസ് നമുക്ക് ഇനിയും ചെയ്യാം. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ.